വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിചാരിക്കണം. ഞാനും സുഖമായിട്ടിരിക്കുകയാണ്. സോ എല്ലാ പ്രാവശ്യത്തെ പോലെ ഇന്നും ഒരു ഹെയർ കെയർ ആ ഒരു ടൈപ്പ് ഓഫ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഇതെന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മുടി മൊട്ടടിച്ചതിൻ്റെ അങ്ങനത്തെ കുറച്ച് വീഡിയോസ് വന്ന സമയത്ത് എനിക്ക് കമൻറ്റ് ബോക്സിൽ വന്ന മെസ്സേജുകളാണ്, ചേച്ചി ഇന്ന പാക്കുകൾ ഇന്ന ദിവസം ഇടുക, അല്ലെങ്കിൽ ഇന്നൊരു റുട്ടീനായിട്ട് പറഞ്ഞു തരാമോ ചേച്ചിന്ന്. അപ്പം ഞാനൊരു സ്ഥലത്ത് പോയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ആ ഒരു വേഷത്തിലാണ് നിങ്ങൾക്ക് ഞാൻ ആക്ച്വലി വീഡിയോ ചെയ്യുന്നത്. സോ എന്തെങ്കിലും എൻ്റെ ഞാൻ ജസ്റ്റ് ഒന്നും നോക്കിയില്ല, എന്താ അവസ്ഥ എന്ന് നോക്കിയില്ല. ഞാൻ അങ്ങനെ കയറി ഡയറക്റ്റ് കയറി ജസ്റ്റ് വീഡിയോ ഇടുക ചെയ്യണേ. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. അങ്ങനെ എനിക്ക് വേഗം എടുത്ത് തീർക്കേണ്ടതായിട്ടുണ്ട്. സോ അതുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് കമൻറ്റ് ബോക്സിൽ വന്ന മെസ്സേജുകളുണ്ട്, ചേച്ചി ഇന്ന പാക്ക് ഇടാം, കുറേ പാക്കുകൾ പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ ചേച്ചി. ഇപ്പോൾ ഈ പാക്ക് ആ പാക്ക് ഇതിപ്പോൾ വീക്ക്ലി 2 ആയി ചെയ്യാം, അല്ലെങ്കിൽ വീക്ക്ലി 1 ചെയ്യാം, വീക്ക്ലി 3 ചെയ്യാം. അപ്പോൾ ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആകെ 7 ദിവസമല്ല ഒരാഴ്ചയിലുള്ളത്. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ എങ്ങനെ ചെയ്യും? അപ്പോൾ ചേച്ചി ഞങ്ങൾക്കൊരു കുറച്ച് റുട്ടീനായിട്ട് പറഞ്ഞുതരാമോ? ഞാനൊരു കാര്യം പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാനൊരു ഡെർമറ്റോളജിസ്റ്റോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഹെയറിനെ പറ്റി അറിയാവുന്ന ഒരു വേറെ രീതിയിലുള്ള ഡോക്ടറോ അല്ലെങ്കിൽ ബ്യൂട്ടീഷ്യൻ പഠിച്ച ആളോ ആരുമല്ല. എനിക്ക് നമ്മുടെ അനുഭവങ്ങളാണല്ലോ നമ്മളെ ബലവാന്മാരാക്കുന്നത്. സോ എന്നെയും അങ്ങനെ തന്നെയാണ് സ്ട്രോങ് ആക്കിയിട്ടുള്ളത്, എൻ്റെ ഹെയറും അങ്ങനെ തന്നെയാണ് സ്ട്രോങ് ആക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റുന്നത്. സോ എനിക്ക് വന്നിട്ടുള്ള മാറ്റങ്ങളും എനിക്ക് വന്നിട്ടുള്ള എൻ്റെ ചേഞ്ചസുകളും ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. ഞാൻ അതിനു വേണ്ടി എടുത്ത ഒരു 1.5-1.25 വർഷം ആവണു. അത്രയും നാളായിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഹെയറിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ സ്വയമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ട്രസ്റ്റ് മീ ഗൈസ്, ഇത് നിങ്ങൾക്ക് അടിപൊളിയായിരിക്കും. ഞാൻ പറയുന്ന പോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലും നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും. സോ നമുക്ക് ഒരുപാട് അങ്ങോട്ട് നീട്ടി പറയാൻ നിൽക്കണ്ട. ഞാൻ അങ്ങനെ ഒരു കഥ തുടങ്ങിയാൽ പിന്നെ ചങ്ങലയാണ്. ഇവിടെ തൊട്ടാൽ അവിടെ പൊട്ടും, അവിടെ പൊട്ടിയാൽ ഇവിടെ തൊടും എന്നുള്ള അവസ്ഥ. അപ്പോൾ നമുക്ക് ഒരുപാട് അങ്ങോട്ട് നീട്ടാൻ നിൽക്കണ്ട. എനിക്ക് വൈകി എനിക്ക് കമൻറ്റ് ബോക്സിലും കുറച്ചാക്കി കൂടെ കൊടുങ്കാറ്റ് അവസാനിച്ചു. എൻ്റെ ദൈവമേ, ഇത് പറയാൻ വിട്ടുപോയി. എനിക്കൊരു കമൻറ്റ് വന്നിരിക്കുകയാണ്, മോളെ ഇന്ന് വയറ്റിന്ന് നന്നായി പോയല്ലോ. ഏതൊരു നേരത്താണോ ഭഗവാനെ ഞാൻ ഈ വീഡിയോ എടുത്ത് കാണാൻ തോന്നിയത്. ഞാൻ എന്താ പറയുക, സത്യത്തിൽ എനിക്ക് ചിരിയെ വരണം കേട്ടോ. ഞാൻ ആലോചിച്ചാൽ കണ്ടോണ്ടിരിക്കുന്ന ആളൊരു അവസ്ഥ. പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്കത് വിശദമായിട്ട് പറഞ്ഞതെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടായില്ല. സോ അതുകൊണ്ടാണ്. അപ്പം ഞാൻ ഇപ്പം തന്നെ 10 മിനിറ്റ് കഴിഞ്ഞു തോന്നുന്നുണ്ട്. സോ നമുക്ക് ഒരുപാട് ലേറ്റ് ആക്കണ്ട, നമുക്ക് വീഡിയോയ്ക്ക് പോകാം. വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ദൈവമേ ഓക്കെ ചിരിക്കരുത്. ഓക്കെ വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം. എല്ലാവരും വീഡിയോ കാണുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. സോ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ചാനൽ. ദെൻ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇനിയും കാണുന്ന ആഗ്രഹമുണ്ട്, ഇനി വീഡിയോസ് ആവശ്യമുണ്ട് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എന്നുവെച്ചാൽ മാത്രമാണ് ഞാൻ കണ്ടിന്യൂസ്ലി വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് കണ്ടിന്യൂസ്ലി നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ. സോ നമുക്ക് ഒരുപാട് അങ്ങോട്ട് ലേറ്റ് ആക്കാൻ നിൽക്കണ്ട. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഞാൻ വിചാരിക്കുന്നത് എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം, നമ്മൾ കുറേ പാക്കുകളും കുറേ മാസ്കുകളും കുറേ സിറംസും അങ്ങനെ കുറേ വാരി തേച്ചുകൊണ്ട് കാര്യമില്ല, ഒന്നും നടക്കാൻ പോണില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമുക്കൊരു റുട്ടീൻ ഉണ്ടാക്കിയിട്ട് ആ റുട്ടീൻ അനുസരിച്ച് നമുക്ക് ഒരു 1 വീക്ക് റുട്ടീൻ എടുക്കാം. നമുക്കത് എങ്ങനെ ചെയ്യാം, അത് ഏത് രീതിയിൽ, ഇപ്പോൾ ഓരോ ദിവസം ചെയ്യേണ്ടത് എന്തൊക്കെ, എങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇപ്പോൾ കുറേ സീരിയസ് ആയിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യം, നമ്മുടെ ഹെയർ കെയർ ജേണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റാർട്ടിംഗ് ആയിട്ട് എന്തൊക്കെ നമ്മുടെ ഹെയറിനെ പറ്റി അറിയണം. ഓക്കെ, അതാണ് ഫസ്റ്റ് ഞാൻ ഇന്നിടാൻ പോകുന്ന വീഡിയോ. സോ അതാണ് ഫസ്റ്റ് അതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ എന്തൊക്കെ നമ്മുടെ തലമുടിമേ ചെയ്യാൻ പറ്റും, ചെയ്യാൻ പാടില്ല എന്നൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങളതൊക്കെ നന്നായി ശ്രദ്ധിക്കുക. ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നും കൂടി നോക്കുക എൻ്റെ വീഡിയോ കണ്ടിട്ട്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അതിനുവേണ്ടി ഒരുപാട് നമ്മൾ കിടന്ന് തത്രപ്പാട് കൂട്ടേണ്ട ആവശ്യമില്ല. ഞാനൊരു 10 ടിപ്സാണ് പറയുന്നത്. 10 കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ആ 10 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് ജസ്റ്റ് നിങ്ങളൊന്ന്
കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇന്നത്തെ വീഡിയോയിലെ ഫസ്റ്റ് ടിപ്പ് വന്നിട്ട് ദിവസം ഒരു 5 മിനിറ്റെങ്കിലും നിങ്ങളുടെ സ്കാൾപ്പ്, അത് മീൻസ് തലയോട്ടിയുടെ പുറം ഭാഗം, അറിയാലോ ഉള്ളിൽ നമുക്ക് ചിരണ്ടാൻ പറ്റില്ലല്ലോ, അപ്പോൾ നമുക്ക് തലയോട്ടിയുടെ പുറം ഭാഗം ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്യാനായിട്ട് ഈ കാണുന്ന ഇക്വിപ്മെൻറ്റ് നിങ്ങൾക്ക് എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നല്ല വുഡിൻ്റെ ചീപ്പ് ഉണ്ടല്ലോ, കോമ്പ്, ആ കോമ്പ് ജസ്റ്റ് ഒന്ന്, ഒരുപാട് നമുക്ക് ഇങ്ങനെ മസാജ് ചെയ്യാൻ പറ്റില്ലെങ്കിലും നമുക്ക് ആ കോമ്പ് വെച്ച് ജസ്റ്റ് ഒന്ന്, ഐ മീൻസ് നല്ല വിട്ടുള്ള ലൈനപ്പുള്ള കോമ്പ് കേട്ടോ, ഭയങ്കര ഇങ്ങനെ അടുത്തടുത്ത് വരും നമ്മൾ കുഞ്ഞു ചീപ്പ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഉപയോഗിക്കരുത്. അത് നിങ്ങളുടെ ഹെയർ ഡാമേജ് ആക്കും. പിന്നെ എന്നെ വന്ന് പറഞ്ഞിട്ട് ദൈവമേ മൊമെൻറ്റ്സ് ഓഫ് ഗൗരിയിൽ ചേച്ചി പറഞ്ഞു ചെറുപ്പീരി മെസ്സേജ് ചെയ്യാൻ പറഞ്ഞു, മുടി മൊത്തം പൊട്ടിപ്പോയില്ലോ എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്കറിയാൻ പാടില്ല. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല രാമനാരായണ എന്ന് പറഞ്ഞ പോലെ ഞാനിരിക്കും. സോ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ട് അതുപോലെ തന്നെ ചെയ്യാൻ. നേരത്തെ പിണ്ടിയാവുന്നു ഞാൻ. അതല്ലെങ്കിൽ പണ്ടത്തെ ഒരു സ്റ്റീലിൻ്റെ ഇങ്ങനെ എന്താ ഇങ്ങനെ പറയാൻ എനിക്ക് എക്സാക്ട്ലി അറിയില്ല. ഞാൻ എൻ്റെ ഫോട്ടോ ഞാനിവിടെ കൊടുക്കാം. ആ സാധനം ഉണ്ടല്ലോ ഹെയർ മസാജർ, ആ സാധനം മേടിച്ചിട്ട് അതുകൊണ്ട് മസാജ് ചെയ്താലും ഇറ്റ്സ് ഗുഡ്. അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ഓക്കെ, നമ്മുടെ സെക്കൻഡ് ടിപ്പ് വന്നിട്ട് ചൂസ് ദ റൈറ്റ് പ്രൊഡക്റ്റ് അക്കോർഡിംഗ് ടു യുവർ ഹെയർ ടൈപ്പ്. നിങ്ങളുടെ തലമുടിയിലേക്ക് പറ്റുന്ന ഐറ്റംസുകൾ മാത്രം നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങളുടെ നമ്മൾ കുറേ പേര് അത് ചെയ്യുന്നുണ്ട്, കുറേ പേര് ഇത് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അതൊക്കെ വാരി വലിച്ച് ചെയ്യാൻ നിൽക്കാതെ, ഇവൻ ഞാൻ ഉൾപ്പെടെയുള്ള യൂട്യൂബേഴ്സ് ഒരുപാട് പ്രൊഡക്റ്റുകളും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പം ഞാൻ ഉൾപ്പെടെ നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ നിങ്ങളുടെ ഹെയർ എങ്ങനെയാണ്, നിങ്ങളുടെ ഹെയറിലേക്ക് എന്തൊക്കെ പറ്റും, നിങ്ങളുടെ ഹെയറിലേക്ക് എന്ത് ഓയിലൊക്കെ പറ്റും, നിങ്ങളുടെ ഹെയറിലേക്ക് ഏത് ഷാമ്പു പറ്റും, ഏത് കണ്ടീഷണർ പറ്റും, ഏത് മാസ്ക് പറ്റും. ആ മാസ്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തലനീര് ഇറങ്ങും, ഞാൻ കിടപ്പിലും, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മാത്രമേ അതറിയുള്ളൂ. സോ അതും കൂടി നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചും കണ്ടും മാത്രം ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾ മാത്രം നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്കിപ്പോൾ ഹെയർ ഫോൾ ആണോ, അതിനുള്ള പ്രൊഡക്റ്റ് മാത്രം ഉപയോഗിക്കുക. ഓൾറെഡി ഹെയർ ഫോൾ ഇല്ലാത്ത ഒരാൾ ഹെയർ ഫോളിൻ്റെ ഷാമ്പു ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഡാൻഡ്രഫ് ഇല്ലാത്ത ആൾ വിത്ത് ഡാൻഡ്രഫിൻ്റെ ഷാമ്പു ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഉണ്ടോ? അപ്പോൾ എന്തിനാ വെറുതെ വരിയിൽ കൂടെ പോകുന്ന മറ്റേ എന്താ പറയുക, ഇങ്ങോട്ട് വായോ എന്ന് പറഞ്ഞ് വിളിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും നിങ്ങളുടെ ഹെയർ ടൈപ്പ് നിങ്ങൾക്കറിയാലോ, കോമ്പിനേഷൻ, ദെൻ ഓയിലി, ദെൻ ഡ്രൈ, ഈ 3 സ്കിന്നിന് നിങ്ങൾക്ക്, സ്കിൻ മീൻസ് നമ്മുടെ സ്കാൽപ്പിൻ്റെ സ്കിന്നിൻ്റെ കാര്യം പറഞ്ഞത്, ഏതാണോ നിങ്ങളുടെ ഡ്രൈ ആണോ, ഓയിലാണോ, അല്ലെങ്കിൽ കോമ്പിനേഷനാണോ, അങ്ങനത്തെ വരുന്ന കമ്പൈനായിട്ട് വരുന്ന സ്കാൽപ്പാണെങ്കിലും അങ്ങനെയൊക്കെ നോക്കി നല്ല രീതിക്ക് മാത്രം പ്രൊഡക്റ്റുകൾ നമ്മുടെ ശരീരത്തിലേക്ക് എടുക്കാൻ നോക്കുക. ഓക്കെ, തേർഡ് വൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര റിലാക്സ് കിട്ടുന്ന, ഭയങ്കരമായിട്ട് ഉറക്കം കിട്ടുന്ന ഒരു നല്ലൊരു അടിപൊളി ടിപ്പാണ് ഓയിൽ യുവർ സ്കാൽപ്പ്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാലോ, നമ്മൾ എണ്ണ തേച്ച് കുളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും. അതുമാത്രമല്ല നമ്മുടെ മുടിക്കും നമ്മുടെ തലയ്ക്കും നമുക്ക് അടിപൊളിയാണ് ഈ എണ്ണ തേച്ച് കുളി എന്ന് പറയുന്നത്. പക്ഷേ എണ്ണ നിർത്തുന്നതിനോട് എനിക്ക് അഭിപ്രായമില്ല. എണ്ണ തേച്ച് കുളിച്ച് അത് നല്ല രീതിക്ക് വാഷ് ചെയ്ത് കളയണം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ തലമുടിക്ക് നിങ്ങളേതാണോ എണ്ണ യൂസ് ചെയ്യുന്നത് അത് തന്നെ ഉപയോഗിക്കാം. ഒരെണ്ണ ഉപയോഗിക്കണില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ എണ്ണ ഉപയോഗിക്കാം. സാധാ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തിട്ട് റിലാക്സ് ചെയ്ത് നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാം. അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ തലമുടിക്ക് അത് ഭയങ്കര നല്ലതാണ്. അത് മാത്രമല്ല ഒരുപാട് ഡ്രൈ ആയി പോവാതിരിക്കാനും ഭയങ്കരമായിട്ട് ഡാൻഡ്രഫ് വരാതിരിക്കാനും, ഈവൻ നല്ല ഓയിലായാലും നല്ല ഡ്രൈ സ്കിന്നാണെങ്കിലും നമുക്ക് ഡാൻഡ്രഫ് വരും. ഓക്കെ, അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണം. അപ്പോൾ ഓയിൽ ചെയ്ത് നമ്മുടെ തലയൊക്കെ ഒന്ന് തണുപ്പിച്ച് തലയുടെ പുകച്ചിലൊക്കെ ഒന്ന് കൂടി നമുക്ക് മെൻ്റലി നമുക്ക് കുറച്ചൊന്നൊരു സെറ്റായിരിക്കാനായിട്ട്, അതായത് ഇത് ട്വൈസ് എ വീക്കാണ് ചെയ്യുന്നത്. ആഴ്ചയിൽ 2 ദിവസം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരാഴ്ചയിൽ 1 ദിവസം ചെയ്താൽ മതി. അത് നിങ്ങളുടെ കുറച്ചും കൂടി പ്രിഫറൻസ്, നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾക്കത് ചെയ്യാം. ഓക്കെ, 4ാമത്തെ ടിപ്പ് വന്നിട്ട് സ്കാൽപ്പ് എക്സ്ഫോലിയേഷൻ. അത് പ്രത്യേകിച്ച് പറഞ്ഞു തരണ്ട, ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ പുറത്തുനിന്ന് മേടിക്കണമെന്നില്ല. നിങ്ങൾക്ക് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ ഉപയോഗിക്കാം. നമ്മുടെ തൈര് നല്ലൊരു എക്സ്ഫോലിയേഷൻ പ്രോപ്പർട്ടിയുള്ള സാധനമാണ്, അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ദെൻ നമ്മുടെ ചെറുപയറിൽ തൈര് മിക്സ് ചെയ്ത് തേക്കുന്നത് നല്ലതാണ്. പക്ഷേ ഒരുപാട് ഡ്രൈ ഹെയർ ഉള്ള ഭയങ്കര ഫ്രിസി ആയിട്ടുള്ള ഹെയറുള്ള ആൾക്കാർ അത് ഉപയോഗിക്കേണ്ട, തൈര് മാത്രം ഉപയോഗിച്ചാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. അതല്ലാത്ത പക്ഷം നാളികേരപ്പാലിൽ ഉലുവാപ്പൊടി ചേർത്തിട്ട് ജസ്റ്റ് നമ്മുടെ തലയോട്ടിയിലും മുടിയും കൂടി ചേർത്ത് ചെയ്താലും അതും നല്ലൊരു എക്സ്ഫോലിയേഷൻ പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് അത് രണ്ടും അടിപൊളിയാണ്. ഇത് നിങ്ങൾക്ക് 2 ആഴ്ച കൂടുമ്പോൾ ഒരു വട്ടം ചെയ്യേണ്ടു.
അത് മറക്കാൻ നിൽക്കണ്ട. ആഴ്ചയിൽ ചെയ്യാൻ നിൽക്കരുത്. 2 ആഴ്ച കൂടുമ്പോൾ ഒരു വട്ടം. പിന്നെ എക്സ്ഫോലിയേഷൻ ചെയ്യണ സമയത്ത് എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എന്ത് എക്സ്ഫോലിയേഷൻ ചെയ്യുകയാണെങ്കിലും അതിന് തൊട്ട് മുമ്പ് നിങ്ങൾ ഏത് എണ്ണയാണ് ഉപയോഗിക്കുന്നത് ആ എണ്ണ ജസ്റ്റ് ഒന്ന് തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കണം എന്നല്ല, ജസ്റ്റ് ഒന്ന് ഓട്ടിയിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തേച്ച് ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഭയങ്കരമായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കൊന്നും വേണ്ട, തേച്ച് വെച്ച് കൊടുക്കുക. മീൻസ് ആ ഒരു എക്സ്ഫോലിയേഷൻ നടക്കുന്നത് നമുക്ക് ഒരുപാട് അങ്ങനെ ഡ്രൈ ആവാതിരിക്കാൻ അത് നന്നായിരിക്കും. പിന്നെ എക്സ്ഫോലിയേഷൻ ചെയ്ത് വിത്ത് ഓയിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും ഷാമ്പു ഇട്ട് കഴുകിക്കളയാൻ മറക്കരുത്. അപ്പോൾ നല്ലൊരു മൈൽഡ് ഷാമ്പു കണ്ടുവയ്ക്കുക, നിങ്ങളുടെ ഹെയറിന് പറ്റിയ ഷാമ്പു കണ്ടുവയ്ക്കുക, ദെൻ കഴുകിക്കളയാം. ഓക്കെ, 5th വന്നിട്ട് നല്ലൊരു അടിപൊളി മാസ്ക് യൂസ് ചെയ്യുക. യൂസിങ് ഹെയർ മാസ്ക്. അത് നമുക്ക് 2 a week ചെയ്യാം. ഞാൻ 2 a week ചെയ്യും. എനിക്ക് 2 ആഴ്ച വരെ വെയിറ്റ് ചെയ്യാനുള്ള എനിക്ക് ത്രാണിയില്ല. എനിക്ക് വീക്ക്ലി ഒരു എന്താ പറയുക, എനിക്ക് വീക്കിലി ഒരു 2 വട്ടമെങ്കിലും എൻ്റെ മാസ്ക് ഉപയോഗിച്ചില്ലെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. അറ്റ്ലീസ്റ്റ് ഒരു മീൻസ് ഒന്നും എനിക്ക് കിട്ടിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മുട്ട ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് അത് വെച്ച് തേക്കും. ഞാൻ സൈക്കോയാണ് ഗൈസ്, സൈക്കോ. മുടിയുടെ കാര്യത്തിൽ ഞാൻ സൈക്കോയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്കത് നല്ല ഹെൽപ്പാണ്, അതും കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കണം. സോ ഞാൻ എന്തായാലും ഒരു 2 a week ഞാൻ ചെയ്യും മാസ്ക് ഇടും. അത് മാസ്കിനെ പറ്റി ഞാൻ ഡീറ്റെയിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇനി പോകെ പറഞ്ഞുതരാം. ഈ വീഡിയോ തന്നെ 10-40 മിനിറ്റ് വന്ന് നിങ്ങൾ എന്നെ തെറി പറയരുത്. അപ്പോൾ അത് മറക്കണ്ട. മാസ്ക് നമുക്ക് ചെയ്യേണ്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ 1 a week ചെയ്യാം, ഞാൻ 2 a week ചെയ്യും. പിന്നെ മാസ്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ അറ്റമുണ്ടല്ലോ, മുടി തുമ്പ് മുതൽ അറ്റം വരെ നമ്മളത് ചെയ്യാൻ മറക്കരുത്. അല്ലെങ്കിൽ ഇവിടെ മാത്രം ചെയ്തിട്ട് നിങ്ങൾ ഇരിക്കരുത്, അങ്ങനെ ആവരുത്. നിങ്ങൾ എവിടെ നിന്നാണോ തുടങ്ങുന്നത് നമ്മുടെ ആ എൻഡ് അടിപൊളി. അപ്പോൾ നിങ്ങൾ മറക്കാൻ നിൽക്കണ്ട. നിങ്ങൾ മാസ്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ അറിയാലോ, മുടിയുടെ തലോട്ടി മുതൽ അറ്റം വരെ നിങ്ങൾ മാസ്ക് ഇടണം. ദെൻ 6th വന്നിട്ട് നെവർ സ്കിപ്പ് എ കണ്ടീഷണർ. നിങ്ങൾ മാസ്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ കണ്ടീഷണർ മറക്കരുത്. അതല്ലെങ്കിൽ തന്നെ കണ്ടീഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് മാസ്ക് ആവണം ഇടേണ്ടത്. ഓക്കെ, അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് അലോവേര ജെല്ല് നിങ്ങൾ ഫിക്സ് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാലും പ്രശ്നമില്ല. 7th tip is apply argan oil or olive oil അല്ലെങ്കിൽ വിറ്റമിൻ ഇ ടാബ്ലറ്റ് നിങ്ങളുടെ സ്പ്ലിറ്റ് എൻഡ്സിൽ. അത് നമ്മുടെ മുടിയുടെ അറ്റം പിളരുന്നത് അറിയാലോ, അവിടെ നിങ്ങൾ ജസ്റ്റ് ആർഗൻ ഓയിലോ അല്ലെങ്കിൽ വിറ്റമിൻ ഇ ടാബ്ലറ്റ് പൊട്ടിച്ച് തേക്കേ, അതല്ലെങ്കിൽ ഒലിവ് ഓയിൽ ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് എൻഡ്സിൻ്റെ അവിടെ ജസ്റ്റ് തുമ്പത്ത് തേച്ച് പിടിപ്പിച്ചിട്ട് വേണം നിങ്ങൾ കിടക്കാൻ. അതല്ലെങ്കിൽ സ്പ്ലിറ്റ് എൻഡ്സ് ഉള്ളവർക്ക് അത് ഭയങ്കര എക്സ്ട്രീമാവും, ഭയങ്കര വേഴ്സായിട്ട് നല്ല ഭംഗിയായിരിക്കും. പിന്നെ കയറി മുടി നല്ല അടിപൊളിയായിട്ട് പൊട്ടിപ്പോവും. സോ അതുകൊണ്ട് റിസ്ക് എടുക്കാൻ നിൽക്കണ്ട. ഉറപ്പായിട്ടും നിങ്ങൾ ഓയിൽ അങ്ങനത്തെ സ്പ്ലിറ്റ് എൻഡ്സ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. സോ അതാണ് 7th വന്നിട്ട്. ദെൻ 8th വന്നിട്ട് 8th ടിപ്പ് വന്നിട്ട് വാഷ് യുവർ കോംബ് ഓർ പില്ലോ കേസ്. അതല്ലെങ്കിൽ നിങ്ങളുടെ മുടിയുടെ കാര്യം തീരുമാനമാവും. നമ്മൾ ഉപയോഗിക്കുന്ന പില്ലോ കേസ് അറിയാലോ, ഒരു 2-3 ദിവസം കഴിയുമ്പോഴേക്കും ചൂടുകാലമൊക്കെ ആണെങ്കിൽ പിന്നെ പറയണ്ട, വേർത്ത് പിണ്ടിയായി. അത് തന്നെയാണ് നമ്മൾ പിന്നെയും നമ്മുടെ തലമുടി കൊണ്ടിട്ട് ഉരയ്ക്കുന്നത്. സോ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. പില്ലോ കേസും കോംബോ നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് മാത്രം സൂക്ഷിക്കാൻ ശ്രമിക്കുക. 9th വന്നിട്ട് നിങ്ങൾക്ക് തലമുടി യൂസ് ചെയ്യുന്ന, ഞാൻ കോട്ടൻ്റെ ടവലാണ് യൂസ് ചെയ്യുക. എനിക്ക് എൻ്റെ മുടി എനിക്ക് എന്താ പറയുക, എനിക്ക് പെട്ടെന്ന് മുടി ഇങ്ങനെ ഉണങ്ങുന്ന കൂട്ടത്തിലുള്ളതല്ല. പക്ഷെ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുക. മൈക്രോ ഫൈബർ ടവൽസ്, അതല്ലെങ്കിൽ നമ്മുടെ സ്ക്രഞ്ചീസ് ഉണ്ടല്ലോ, ഈ കെട്ടിപ്പൂട്ടി വയ്ക്കുന്ന സ്ക്രഞ്ചീസ്, അത് സിൽക്കിൻ്റെ സ്ക്രഞ്ചീസ്. അതിനൊപ്പം തന്നെ നിങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ ബേബി ടവൽസ് ഇല്ലേ, ബേബികളുടെ നമ്മുടെ ഈ ടർക്കി ടവൽ, അതായാലും കുഴപ്പമില്ല കേട്ടോ, അതും നല്ലതാണ്. അത് ആരുടെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒപ്പിച്ചാലും വളരെ നല്ലതാണ്. അത് പില്ലോ കേസസ് നിങ്ങൾ സാറ്റിൻ പില്ലോ കേസസ് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അത് കുറച്ചും കൂടി മെച്ചപ്പെട്ട് നിങ്ങൾക്ക് ഹെയറിനും നിങ്ങളുടെ സ്കിന്നിനും ഡാമേജ് ഉണ്ടാവാതെ നോക്കാൻ ശ്രമിക്കും. ഓക്കെ, ദെൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടിപ്പ് വന്നിട്ട് ലിമിറ്റ് യുവർ ഹെയർ ട്രീറ്റ്. മീൻസ് വേഴ്സ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് നിർത്തുക. ദെൻ ഈവൻ ഓൾറെഡി ഓട്ടോമാറ്റിക്കലി നമ്മൾ ഈ മുടി ഉണക്കാൻ വേണ്ടിയിട്ടുള്ള ഹീറ്റിങ്, ദെൻ സ്മൂത്തനിങ് ചെയ്യുമ്പോഴുള്ള ഹീറ്റിങ്, ദെൻ ഡ്രൈയിങ്, അതിൻ്റെ ഒപ്പം തന്നെ ഈ കളറിങ്, അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വരുന്ന ഓരോ മോഡൽസിലുള്ള കേളിങ്, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ നമുക്ക് നമ്മുടെ മുടിക്ക് ഹീറ്റ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. സോ അതൊക്കെ ഒരു പരിധി വരെ എന്താ പറയുക, വേണ്ട എന്ന് വെക്കുക. മുടി നിങ്ങൾ ഒരുപാട് നന്നായി ടേക്ക് കെയർ ചെയ്യണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ, എനിക്ക് ആക്ച്വലി കളർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. എനിക്ക് എന്തെങ്കിലും കളർ ചെയ്യണം എന്നുണ്ട്. കളർ ചെയ്തിരുന്നു ഞാനൊരു
ഒരു മജന്ത പിങ്കോ അങ്ങനെ എന്തൊരു സാധനം ഞാൻ ചെയ്തിരുന്നു. അത് പിന്നെ ഞാൻ വീട്ടിൽ വെച്ചാണ് ചെയ്തത്. അത് പിന്നെ കുറച്ച് നാൾ ഉപയോഗിച്ചപ്പോഴേക്കും പോയി. പക്ഷെ എനിക്ക് കളർ ചെയ്യണം എന്ന ആഗ്രഹമാണ്. നമ്മുടെ ആഗ്രഹങ്ങളാണ്, എനിക്കത് അറിയാൻ പാടാഞ്ഞിട്ടല്ല. പക്ഷേ ഒരു ലിമിറ്റ് വെക്കുക. നമ്മുടെ ഹെയറിന് താങ്ങാവുന്നതിലും മുകളിലുള്ള കല്ലുകളൊന്നും ഇട്ട് എറിഞ്ഞു കൊടുക്കരുത്. നമുക്ക് തന്നെ ദുരിതം വരും, നമുക്ക് തന്നെ കിടന്ന് ഓടേണ്ടി വരും. സോ നിങ്ങളതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ. ദെൻ ഈ ടിപ്സുകളൊക്കെ നിങ്ങൾ ഒരു മാസം നിങ്ങൾ കണ്ടിന്യൂസ്ലി ഇതൊക്കെ തന്നെ ചെയ്ത് നോക്കി. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ തലമുടിയിൽ വരുന്ന മാറ്റം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. നിങ്ങൾ എന്നിട്ട് എനിക്ക് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണം എങ്ങനെയുണ്ട്, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, നിങ്ങൾക്കത് യൂസ്ഫുൾ ആയോ എന്ന് നിങ്ങൾ എനിക്ക് വന്ന് പറഞ്ഞു തരണം കേട്ടോ. സോ മറക്കാൻ നിൽക്കണ്ട. മുടി നല്ല അടിപൊളിയായിട്ട് കിടുക്കാച്ചായിട്ട് വളർത്തിട്ട് എല്ലാവരും. ദെൻ നെക്സ്റ്റ് വീഡിയോ അടിപൊളിയായിട്ട് ഞാൻ ഇടാവുന്നതാണ്. ഇതിൻ്റെ തന്നെ ഒരു കണ്ടിന്യൂഷൻ വീഡിയോ ഞാൻ കണ്ടിന്യൂറ്റി ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് മുടി ഒന്ന് ചട്ടക്കപ്പട്ടക്കെന്ന് കൊണ്ട് വളർത്താം. സോ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ അതിന് മുമ്പുണ്ടല്ലോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ദെൻ എന്താ പറയുക, നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ, സീ യു.